നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ, ഈ വഴിക്കായിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ജയേഷിപ്പോ അഭിരാമിയെ കണ്ട ആകെ പ്രശ്നവും. എന്താ പരാതി പറയും? സാർ, ഞാൻ പറഞ്ഞല്ലോ, മോളെ കുറെ പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എവിടേക്ക്? അത് 2-3 പേരുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു വാനില ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ശ്രീകുട്ടി എന്ന് പറയുമ്പോ അശ്വതിയുടെ മോളല്ലേ? അതെ. ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വന്നു? അത് എന്റെ ഏട്ടൻ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതാ. വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. ഇതെന്താ വഴിയിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് കിട്ടാൻ? വല്ല പൂച്ചയോ പട്ടിക്കുഞ്ഞോ വല്ലോ ആണ്? സ്ത്രീക്കുട്ടി എന്ന് പറയുമ്പോ ഒരു മനുഷ്യക്കുട്ടിയല്ലേ? നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുട്ടിയെ വീട്ടിലെങ്ങനെയാ താമസിപ്പിക്കുക? എന്നിട്ട് ആ വിവരം പോലീസിനെ അറിയിച്ചോ? ഇല്ല. അതെന്താ? അല്ല, അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണമല്ലോ. അപ്പോ അശ്വതി എവിടെയുണ്ടെന്ന് അരുണിനറിയാം? ഇല്ല. അത് വെറുതെ. എവിടെയാ അശ്വതി? ആദ്യം അത് പറയും. സാറേ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോ ശ്രീകുട്ടിയെ കാണാനില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതൊക്കെ ആദ്യം ഡീറ്റെയിൽസ് പറയും. വീട്ടിൽ എവിടെ വെച്ചാ കുട്ടിയെ കാണാതായത്? ഗേറ്റിനടുത്ത് വെച്ചാ. ഈ രാത്രി ഗേറ്റിനടുത്ത് കുട്ടി എന്തിനു പോയി? ചോദിച്ചതിന് മറുപടി പറയേ. ഗേറ്റിനടുത്ത് ഈ രാത്രി 3-4 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ പോയി? സാർ, വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിൽക്കാതെ മോളെ കണ്ടുപിടിക്കാൻ വേഗം എന്താന്ന് വെച്ചാൽ ഒന്ന് ചെയ്യ്. പോലീസിന്റെ ഡ്യൂട്ടി നീ എന്നെ പഠിപ്പിക്കണ്ട. ഇങ്ങനെ തർക്കിച്ചു നിന്നാ മോളെ അവര് എവിടേക്കെങ്കിലും കൊണ്ടുപോകും. അതിനു മുമ്പ് സാറ് വേഗം ഒന്ന് അന്വേഷിക്കണം, പ്ലീസ്. അന്വേഷിക്കാം. അല്ല, അതെ, അരുൺ എന്നെ ഫോൺ ചെയ്തപ്പോ ഞങ്ങൾ മോളെ തിരക്ക് നടക്കുകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോ ആരാ ഈ കൂടെയുള്ള ഞങ്ങൾ? അത് എന്റെ ഏട്ടനും എല്ലാവരും ശ്രീകുട്ടി തിരക്കി നടക്കുക. വേഗം ശ്രീകുട്ടി രക്ഷിക്കാനുള്ള വഴിയൊന്ന് നോക്കണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ശ്രീകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയെന്ന് അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ ചില ദുരൂഹതകളുണ്ട്. നമുക്ക് വീണ്ടും കാണാം. അതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇന്ന് നീ ശ്രീകുട്ടിയെ അശ്വതിയുടെ അടുത്തേക്ക് രഹസ്യമായി മാറ്റിയതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഇപ്പൊ മനസ്സിലായി, അത്രയ്ക്ക് വൃത്തികെട്ടവളാ അശ്വതി. അരുൺ,
ആവശ്യമില്ലാതെ ഇനി ആ നാവ് നീ വളച്ച നിന്റെ ഈ വൃത്തികെട്ട നാവ് ഞാൻ ചവിട്ടി പിഴുതെടുക്കും. എന്താടി തുറിച്ചു നോക്കുന്നേ? പറ. അരുൺ മതി. അല്ല, അരുൺ ഇത്രയൊക്കെ കാട്ടിയല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, അരുൺ ഈ രാത്രി ശ്രീകുട്ടിയുമായി ഗേറ്റിനടുത്തേക്ക് എന്തിനാ പോയേ? അത് വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ല അല്ലേ? അപ്പൊ ഐശ്വര്യ പറഞ്ഞതാ സത്യമല്ലേ? അമ്മ ഇത് തന്നെ പറയാണോ? അരുൺ ഐശ്വര്യ തല്ലിയല്ലോ. ഇവിടെ അരുണാണോ ഐശ്വര്യാണോ അപ്പൊ തെറ്റിയത്? ഇവളെ തല്ലാൻ അരുണിന് എന്ത് അവകാശമുള്ളത്? അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കും. അത് ഞാനല്ല ചെയ്യേണ്ടത്. സ്വന്തം മനസാക്ഷിയോട് അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ദേ ഈ ആദിയേട്ടനും അമ്മയോ. പോട്ടെ മോളെ, അരുണിന് വേണ്ടി ഞാൻ ഐശ്വര്യയോട് മാപ്പ് ചോദിക്കുക. വേണ്ടമ്മേ, സാരില്ല. അമ്മേ, അമ്മയും ആദിയേട്ടനെയും പറ്റി അരുൺ എന്താ പറഞ്ഞിട്ട് പോയത്? അത് കേട്ടപ്പോ അമ്മയുടെയും ആദിയേട്ടന്റെയും മുഖം വല്ലാതാവുന്നത് ഞാൻ കണ്ടു. എന്താ അത്? പറയമ്മേ. അതൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിനാവും പറഞ്ഞതാവും. നീ ചെല്ല്. പറഞ്ഞ കേക്കില്ലേ മോളെ? ചെല്ല്, ചെന്ന് കിടക്ക്. ചെന്ന്. ശരിയമ്മ. പിന്നെ ഇനി ഇതേ ചൊല്ലി വേറെ പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. വസു, വാ. ഇവിടെ എല്ലാവരും എന്നിൽ നിന്നും എന്തോ സത്യം ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.